ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന യേശയ്യാ പ്രവചനം പൂർത്തിയാക്കാൻ വിളിക്കപ്പെട്ടവൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന ദൈവതിരുമനസ്സിന് മറുപടി നൽകിയവൾ. ദൈവപുത്രനായ ഈശോയ്ക്ക് ജന്മം നൽകി ചരിത്രത്തെ രണ്ടായി വിഭജിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ. ആദ്യ മാതാവായ ഹൗവ നഷ്ടമാക്കിയ പർദീസ നമുക്ക് വീണ്ടെടുത്തു തന്നവൾ. ഒരേ സമയം മകന്റെ ഗുരുനാഥയും ശിഷ്യയുമായിരുന്നവൾ. ഇതെല്ലാമായിരുന്നു പരിശുദ്ധ മറിയം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഓടിയണയാവുന്ന ഒരു അഭയകേന്ദ്രം. ദൈവപുത്രനായ ഈശോയെ ആദ്യ അത്ഭുത പ്രവർത്തനത്തിന് പ്രേരണ നൽകിയതും പരിശുദ്ധ അമ്മയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വേദന ഏറ്റവും വേഗം മനസ്സിലാക്കാൻ പറ്റുന്നവളാണ് പരിശുദ്ധ മറിയം. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന ഒറ്റ വാക്കിലൂടെ ആ കുടുംബത്തിന്റെ സന്തോഷം തിരിച്ചു കൊണ്ടുവന്നവൾ. ഇന്നത്തെ കാലത്തും നമ്മളും പലവിധ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് പ്രകൃതി ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോൾ, മറുവശത്ത് ലഹരിയും ആക്രമണങ്ങളും നമ്മുടെ സമാധാനം കെടുത്തുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തകർന്നു പോകാതെ പ്രാർത്ഥനയോടെ ഈശോയുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കാപ്പ നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ആഗതമാകുന്ന പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ മംഗളങ്ങൾ.